വയോധികയുടെ മാല പൊട്ടിച്ച കേസിൽ പ്രതികൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിയിൽ. ധർമ്മടം സ്വദേശി മുഹമ്മദ് യാസിൻ, തലശ്ശേരി മട്ടാമ്പ്രം സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. മംഗലാപുരത്തു നിന്നും ധർമ്മടം പോലീസും ASP സ്ക്വാഡും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയത്. ധർമ്മടം ചാത്തോടത്ത് തനിച്ചു താമസിച്ചിരുന്ന അസുഖബാധിതയായ വയോധികയുടെ 3 പവൻ മാല കവർന്ന കേസിലാണ് ഇരുവരും പിടിയിലായത്. ജൂലൈ 28 ഉച്ചയ്ക്ക് 2 മണിയോടെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചെത്തിയ പ്രതികൾ വയോധികയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല പൊട്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു. വയോധിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കവർച്ച ചെയ്ത മാല വിറ്റ ശേഷം കാസർകോട്ട് നിന്ന് വാഹനം വാടകയ്ക്കെടുത്ത് പ്രതികൾ മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം കാസർഗോഡ്, സൂറത്തുകൽ, മംഗലാപുരം ഭാഗങ്ങളിൽ സ്പ്ലിറ്റായി നടത്തിയ തിരച്ചിലിലാണ് മംഗലാപുരം സൂറത്തുകൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭരത് റെഡ്ഡി, തലശ്ശേരി ASP M നന്ദഗോപൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ SIK അനുരൂപ്, CPOമാരായ ഹരിനാഥ്, സഗേഷ്, സിസിൽ, സായൂജ്, ശ്രീലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.